5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു അല്ലാത്ത അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനെ കാഫിർ എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാം അല്ലാത്ത എല്ലാവരും കാഫിറാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കേരളത്തിൽ ഫാസിസം വൃത്തിയായി സംസാരിക്കാൻ കഴിയുന്ന ചുരുക്കം ചിലരിൽ പ്രധാനിയാണ് എൻ.ആർ. മധു. ഒരറപ്പും കൂടാതെ കൂടെ കഴിയുന്നവരെ പച്ചയ്ക്ക് ജാതി പറഞ്ഞ് വ്യഭിചരിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് എൻ.ആർ. മധു. മുസ്ലിം ജനതയോടും മുസ്ലിം മതത്തോടുമുള്ള അദ്ദേഹത്തിന്റെ അതിനും മളവുമില്ലാത്ത വെറുപ്പിന്റെ വാക്കുകളിൽ അധിഷ്ഠിതമാണ് ഇന്നത്തെ എന്റെ വീഡിയോ. എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിൽ ഒരു മതമേ ഉള്ളൂ. അതിന്റെ പേരാണ് ഹിന്ദു. ആളുകളുടെ മുഖത്ത് നോക്കി ഇത്രയും ആർജവത്തോടെ വിളിച്ചു പറയുന്നത് സത്യം തന്നെയാണ്. പറയേണ്ടവരല്ല അത് പറഞ്ഞത് എന്ന് മാത്രം. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മതം തന്നെയാണ് ഹിന്ദുമതവും ഹിന്ദുക്കളും. പക്ഷേ അതിൽ ഹിന്ദുത്വവാദികൾ ഉണ്ടാകരുതെന്ന് മാത്രം. തങ്ങളെ പോലെയുള്ളവർ ഹിന്ദുമതം ഞങ്ങളുടേതാണെന്നും ഹിന്ദുത്വ ആശയം ഹിന്ദുവിൻ്റെതാണെന്നും പറയുമ്പോൾ ആ ഹിന്ദുമതത്തെയും ആ ഹിന്ദുക്കളെയും ഉൾക്കൊള്ളാൻ ആളുകൾക്കാവുകയില്ല. എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന ഹിന്ദുമതം പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വേട്ടയാടുന്നത്? അതിനർത്ഥം തങ്ങളെ പോലെയുള്ളവർ ആ മതത്തിൽ വിഷം കലർത്താൻ ശ്രമിക്കുന്നു എന്നതാണ്. എന്തിനാണ് മുസ്ലിം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും അവരെ കൊല്ലുന്നത്? ക്രിസ്ത്യാനിയെ അവരുടെ ആരാധനാലയത്തിൽ കയറിപ്പോലും തല്ലി വികൃതമാക്കുന്നത്. നിങ്ങൾക്ക് ഇസ്ലാമിനെ എടുത്തു കഴിഞ്ഞാൽ സാധിക്കുമോ? 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. അതെങ്ങനെയാണ്? 5 നേരം എനിക്ക് എന്റെ വിശ്വാസമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമെന്നും വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു അല്ലാത്ത അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനെ കാഫിർ എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാം അല്ലാത്ത എല്ലാവരും കാഫിറാണ്. ഒരു മുസ്ലിം 5 നേരം നമസ്കരിക്കുന്നതും 5 നേരം ബാങ്ക് വിളിക്കുന്നതും പരമത വിദ്വേഷമാണ് എന്നാണ് എൻ.ആർ. മധു പറയുന്നത്. 5 നേരം മൈക്ക് കെട്ടി നമസ്കരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ബാങ്ക് വിളിക്കുന്നതിനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാങ്കിന്റെ എന്ത് പരമത വിദ്വേഷമാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ബാങ്കിന്റെ ആദ്യത്തെ വരി അല്ലാഹു അക്ബർ എന്നാണ്. അല്ലാഹു അക്ബർ എന്നാൽ ദൈവമാണ് ഏറ്റവും വലിയവൻ എന്നാണ് അതിനർത്ഥം. അതല്ലാതെ അല്ലാഹു എന്ന ദൈവം എന്നല്ല. മലയാളി ദൈവം എന്ന് പറഞ്ഞാലും ഹിന്ദിയിൽ ഭഗവാൻ എന്ന് പറഞ്ഞാലും ഉറുദുവിൽ ഖുദ എന്ന് പറഞ്ഞാലും തമിഴിൽ ആണ്ടവൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്രകാരം നാം എല്ലാവരും വാഴ്ത്തുന്ന ആ ദൈവം തന്നെയാണ് ഏറ്റവും വലിയവൻ എന്നാണ് ബാങ്കിന്റെ ആദ്യത്തെ വാക്യം. രണ്ടാമത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് രണ്ടാമതായി പറയുന്നത്. അതിനർത്ഥം നമുക്ക് പ്രണമിക്കാൻ, സാഷ്ടാംഗം നമസ്കരിക്കാൻ, പ്രാർത്ഥിക്കാൻ ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് ദൈവത്തിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശവാഹകൻ മാത്രമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ഇത് സത്യത്തിൽ ഒരു മുസ്ലിം ചെയ്യുന്ന ശബ്ദമാണ്. അവന്റെ ജീവിതത്തിൽ അവൻ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണ്. പിന്നീട് വരുന്ന ബാങ്കിന്റെ വിളിയാണ് ഹയ്യ അല സ്വലാ എന്നത്. ഇതിനർത്ഥം നമസ്കരിക്കാനായി നിങ്ങൾ വരിക എന്നാണ്. ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥനാ നിരതരാവാൻ മനുഷ്യരെ ക്ഷണിക്കുകയാണ് ഈ വിളിയിലൂടെ ചെയ്യുന്നത്. അടുത്തത് ഹയ്യ അൽ ഫലാ എന്നതാണ്. അതിനർത്ഥം വിജയത്തിലേക്ക് വരൂ എന്നതാണ്. നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ നിങ്ങൾ വിജയികളായിത്തീരുന്നു, നിങ്ങൾ ഹൃദയശുദ്ധിയുള്ള മനുഷ്യരായിത്തീരുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും അള്ളാഹു വലിയവനാണെന്നും അള്ളാഹു ഇല്ലാതെ അഥവാ ദൈവമല്ലാതെ മറ്റൊരു ഏകനായ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ നാം ആരാധിക്കരുതെന്നും പറയുകയാണ് വീണ്ടും ചെയ്യുന്നത്. ഇതിലെവിടെയാണ് അപരമത വിദ്വേഷമുള്ളത്? മനുഷ്യനെ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമളാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ ആഹ്വാനം മാത്രമാണ് ബാങ്കിലൂടെ മുഴങ്ങിക്കേൾക്കുന്നത്. എൻ.ആർ. മധു പറയുന്നത് അള്ളാഹു എന്ന ദൈവമില്ലാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് എന്നാണ്. ആ അള്ളാഹു എന്ന മുസ്ലിം ദൈവത്തെ അല്ലാതെ
മറ്റെല്ലാ ദൈവത്തെ വിശ്വസിക്കുന്നവരും ഇസ്ലാമിനെതിരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ പ്രയോഗം. അള്ളാഹു എന്നത് അറബി ഭാഷയിൽ ദൈവം എന്നർത്ഥം വരുന്ന പദമാണ്. സെമിറ്റിക് ഭാഷയായ ഹിബ്രുവിലെ യലോഹ് എന്നതിനും അരാമിക് ഭാഷയിലെ അലാഹ എന്നതിനും സമാനമായ അറബി പദമാണ് അള്ളാഹു എന്നത്. അറബികളായ ക്രിസ്ത്യാനികളും യഹൂദരും ദൈവത്തിന് അള്ളാഹു എന്ന അറബി പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അറബി ഭാഷയിലുള്ള ബൈബിളിൽ ദൈവത്തെ അള്ളാഹു എന്നാണ് വിളിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നാൽ മുസ്ലിങ്ങളുടെ ദൈവമല്ലെന്നും ദൈവത്തിന് അറബി ഭാഷയിലുള്ള പദപ്രയോഗമാണ് എന്നുമാണ്. എന്നാൽ മധുവിന്റെ മറ്റൊരു വീക്ഷണമാണ് ഇസ്ലാം അല്ലാത്ത എല്ലാവരും കാഫിറാണ് എന്ന്, മുസ്ലിം അല്ലാത്ത എല്ലാവരും കാഫിറാണ് എന്ന്. എന്നാൽ അതും മനുഷ്യരെ വിഡ്ഢികളാക്കലാണ്. കഫറ എന്ന ധാതുവിൽ നിന്നും ഉത്ഭവിച്ച അറബി പദമാണ് കാഫിർ. മറക്കുക, നിഷേധിക്കുക എന്നൊക്കെയാണ് ഈ പദത്തിനർത്ഥം. ദൈവം ഏകനാണെന്നും ആ ദൈവത്തെ ആരാധിക്കണമെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും അത് നിഷേധിച്ച് ജീവിക്കുന്നവനെയാണ് കാഫിർ എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ ശരിക്കും കാഫിർ എന്ന് പറയുന്നവർ മുസ്ലിങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ്. അവരാണ് ഏകദൈവത്തെ കുറിച്ച് പഠിച്ചവരും അവരാണ് പ്രവാചകനെ കുറിച്ച് പഠിച്ചവരും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവാത്തവർ. അവരിൽ നിന്നുള്ളവരാണ് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവാത്തവർ. മറ്റു മതസ്ഥർ അവർ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിക്കാത്തവരാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തെയും പ്രവാചകനെയും കുറിച്ച് പഠിക്കാത്തവരാണ്. അപ്പോൾ ശരിക്കും കാഫിർ എന്ന പദം അർത്ഥപൂർണമാകുന്നത് ഇസ്ലാമിൽ നിന്നുള്ള സത്യനിഷേധികൾക്കാണ്. ഏകദൈവം എന്നത് ഇസ്ലാമിന്റെ മാത്രം കുത്തകയല്ല. എല്ലാ മതങ്ങളും ഏകദൈവത്തിൽ അധിഷ്ഠിതമാണ്. പ്രാചീന വേദമെന്ന് അവകാശപ്പെടുന്ന ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിൽ 164 സൂക്തത്തിലെ 64 മന്ത്രം ഇങ്ങനെ പറയുന്നു: ഏകം സത്വിപ്ര ബഹുധാവദന്തി. അതായത് സത്യം അഥവാ പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്നത് ഒന്നാണ്. പണ്ഡിതന്മാർ അഥവാ വേദാന്തികർ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു. യജുർവേദത്തിലെ ശേതാശുദ്ധരോപനിഷത്തുകൾ പറയുന്നത് ന തസ്യ പ്രതിമാസ്തി, ദൈവത്തിന് തുല്യമായി ഒന്നും തന്നെയില്ല. അതായത് ദൈവത്തിന് ഒരു പ്രതിമയോ പ്രതിരൂപമോ ശില്പമോ ഒന്നും തന്നെയില്ല എന്നാണ്. ഇത് തന്നെയാണ് ഖുർആനും പറയുന്നത്. ഈശാവാസ്യോപനിഷത്ത് പറയുന്നു: ഈശാവാസ്യം ഇതം സർവം, ഈ പ്രപഞ്ചമെല്ലാം ഈശ്വരനാൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ്. അതായത് ഒരുപാട് ഈശ്വരന്മാരില്ല ഈ പ്രപഞ്ചത്തിനെന്നും ഒരൊറ്റ ദൈവത്തിന്റെ അധീശത്തിലാണ് ഈ പ്രപഞ്ചം എന്ന സത്യമാണ് ഇത് വിളിച്ചു വരുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നു: അഹം സർവസ്യ പ്രഭവ, ഞാൻ എല്ലാറ്റിനും ഉത്ഭവസ്ഥനാണ്. അഥവാ എല്ലാറ്റിന്റെയും ഉത്ഭവം എന്നിൽ നിന്നാണ്. മത്തസർവം പ്രവർത്തതേ, എന്നിൽ നിന്നും എല്ലാം ഉണ്ടാകുന്നു. മറ്റൊരു സൂക്തമാണ്: സർവധർമാൻ പരിത്യജ്യമാം ഏകം ശരണം വ്രജ, എല്ലാ ധർമ്മങ്ങളും ത്യജിച്ച് എന്നിൽ മാത്രം ശരണം പ്രാപിക്കുക. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ ഋഗ്വേദത്തിലെ ഏകം സത്വിപ്ര ബഹുധാവദന്തി എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ അർത്ഥപൂർണമാക്കുന്നതാണ്. നിങ്ങൾ മറ്റെല്ലാ വിശ്വാസങ്ങളെയും ധർമ്മങ്ങളെയും ത്യജിച്ചുകൊണ്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്നാണ് മധുവിന്റെ വാക്കുകൾ കടമെടുത്താൽ ഹിന്ദു പുരാണങ്ങളിലെയും മഹത് ഗ്രന്ഥങ്ങളിലെയും ഏകദൈവ വിശ്വാസം മറ്റു മതങ്ങളിലെ ദൈവങ്ങളെ നിഷേധിക്കലല്ലേ? നിങ്ങൾ എല്ലാ വിശ്വാസങ്ങളും വെടിഞ്ഞ് എന്നിൽ ശരണം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ താങ്കൾ പറയും പോലെയാണെങ്കിൽ അത് മറ്റു മതങ്ങളുടെ വിശ്വാസത്തിന് നിഷേധിക്കലല്ലേ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഹിന്ദുമതം എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്നത്? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഓരോന്നും വിളിച്ചു പറയരുത്. ഇന്ന് എല്ലാവരും എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അവർക്കറിയാം എന്തൊക്കെ എവിടെയെല്ലാം പറയുന്നുണ്ട് എന്ന്. കാഫിറിനെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊന്നുകളഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഖുറാനിൽ നിന്ന്. ഏത് അധ്യായത്തിൽ? അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച നമുക്ക് ഖുറാനെ അധികരിച്ചാണ് ഞാൻ ഖുറാൻ കൊണ്ടുവരേണ്ടത്. കാഫിറിനെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അങ്ങനെ കൊന്നാൽ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് ഖുറാൻ പറയുന്നത് എന്ന് എന്നാർമത് പറയുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മുമ്പ് വായിച്ച് മറന്നുപോയതാണ്. താങ്കൾക്കറിയാം താങ്കൾ പറയുന്നതൊന്നുമല്ല സത്യം എന്നും തന്റെ പ്രവൃത്തിയും വാക്കുകളും ഹിന്ദുക്കളിൽ അപരമതം വിദ്വേഷം വളർത്തി അവരെ കൂടുതൽ തീക്ഷ്ണതയുള്ള ഹിന്ദുക്കളാക്കാനും അവരെ ഹിന്ദുത്വത്തിൽ തളച്ചിടാനുമുള്ള തന്ത്രമാണ്. പക്ഷേ ആ ചിന്താഗതികൾക്ക് അല്പായുസേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഞാൻ പറയുന്നു, ഖാബറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ഖുർആനിൽ എവിടെയാണെന്നും എപ്പോഴാണെന്നും അങ്ങനെ കൊല്ലാൻ പറഞ്ഞതെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം.
അതുവരെ എന്നെ കാത്തിരിക്കുക.